ഹലോ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കർ ബിരിയാണി വറുത്തരച്ച ചിക്കൻ കറി ആയിട്ടാണ്. ചിക്കൻ കറിക്ക് നമ്മളൊരു 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടിയും ഇടുന്നുണ്ട്. 1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 3/4 സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ സ്പൂൺ വീതം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചെറിയുള്ളി പേസ്റ്റ് ആക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു 15 മിനിറ്റ് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ അവിടെ 15 മിനിറ്റ് ഇരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി അരിക്ക് വേണ്ടിയിട്ട് ഈ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. അളവിന് നമ്മൾ 2 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഇത് ജീരകശാല അരിയാണ്. ഇനി നമ്മൾ എടുത്ത അരി ഒന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കുന്നുണ്ട്. നമ്മൾ കഴുകുന്ന വെടിയൊന്നും എടുത്തില്ലായിരുന്നു. ഇനി നമുക്ക് കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം. നമ്മളൊരു 1/2 സ്പൂണ് ഡാൽഡ കൂടി ചേർക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് വറുത്തെടുക്കാം. മുന്തിരി ബോൾസ് ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇവ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ഗ്യാസ് ലോ ഫ്ലെയിമിലായിരിക്കണം. ഇനി ഇതിലേക്ക് 1/4 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ പച്ചമണമൊക്കെ നന്നായി ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 2 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് റൈസിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ കഴുകി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ റൈസ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ പരിപാടിയിലേക്ക് കിടക്കാം. നമ്മളൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഒരു 3 സവോളയും കൂടുതലുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവോള നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു 1/2 കിലോ ചെറിയുള്ളി ചതച്ചത് കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വഴന്ന് ഈ ഒരു പാകത്തിലാകുമ്പോൾ നമ്മൾ പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ നേരത്തെ പൊടികളെല്ലാം ചേർത്തതുകൊണ്ട് ഇപ്പോൾ ഉള്ളിയിലേക്ക് വേണ്ട പൊടികൾ മാത്രമേ നമ്മളിപ്പോൾ ചേർക്കുന്നുള്ളൂ.
1 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 സ്പൂൺ സാദാ മുളക് പൊടിയും 1.5 സ്പൂൺ മല്ലിപ്പൊടിയും 2 സ്പൂൺ ഗരം മസാലയും 1 നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ പൊടികളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ വെളിച്ചെണ്ണ ഇത്തിരി കുറവ് പോലെ തോന്നി. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടികളെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. പച്ചമുളകൊക്കെ മാറ്റിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ 4 തക്കാളി അരിഞ്ഞത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി മിക്സ് ചെയ്തതായി കഴിയുമ്പോൾ നമുക്കിതൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചെറു ചൂടുള്ള വെള്ളമാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ പൊടികൾ തിരുമ്മി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചിക്കനും ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കൻ വേകുന്ന സമയം കൊണ്ട് നമ്മൾ ബിരിയാണിക്കുള്ള ഉള്ളി നേരത്തെ വറുത്ത് വെച്ചില്ലായിരുന്നു, അതിപ്പോൾ വറുത്ത് വയ്ക്കാം. അപ്പോൾ ഉള്ളി ഇതേ ഈ കളറാകുമ്പോൾ നമുക്കത് കോരി മാറ്റാം. അപ്പം നമ്മൾ വെക്കുന്ന കറി തേങ്ങ അരച്ച ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മളിതിലേക്ക് 1 മുറി തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾ കുക്കർ വിസിലൊന്നും വന്നില്ലായിരുന്നു. ആ മുകളിൽ കൂടെ ഒരു തുള്ളി വെള്ളം വിസിൽ വരുന്നതിന് മുന്നേ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് തുറന്ന് നമുക്ക് ബിരിയാണി സെറ്റായെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം കറക്റ്റ് ആയതുകൊണ്ട് ഇതേ ഒരു തുള്ളി വെള്ളം പോലും ഇതിലില്ല. അപ്പോൾ കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ച ഉള്ളി ഇതിന് മുകളിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് മുകളിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുതിനയില നുള്ളിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ മല്ലിയില നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുകൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആഹാ, ഇപ്പോൾ ഇത് കാണുമ്പോൾ ദിലീപ് പറഞ്ഞതുപോലെ കുഞ്ഞു കുഞ്ഞു ഇലകളും പൂക്കളും ഒക്കെ വെച്ച് ബസ് അലങ്കരിക്കാൻ പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മൾ കുറച്ച് നെയ്യ് ഇതിലേക്ക് തൂവി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ ഈ ചൂടിൽ നമുക്കിതൊന്നും കൂടി അടച്ച് വയ്ക്കാം. തീയൊന്നും കത്തിക്കുന്നില്ല, ചുമ്മാ അടച്ച് വയ്ക്കുകയാണ്. നമുക്ക് ആ സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ ചെറു ചൂടായിട്ടുണ്ട്. നമുക്കിത് വെള്ളം ഒഴിക്കാതെ ഒന്ന് അരച്ചെടുക്കാം. നമ്മുടെ ചിക്കൻ ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം എന്തായിന്ന്. നമ്മൾ ആ ഗ്രേവിയിലേക്ക് നേരത്തെ മുളക് പൊടിയൊക്കെ ഇട്ടതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചില്ല. അതേ വെള്ളമെല്ലാം ശരിയായിട്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്തരച്ച തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കറി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിത് ഇറക്കി വയ്ക്കാം. നമ്മൾ ഇലകളൊക്കെ ഇട്ടത് ഏറെക്കുറെയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് സൈഡ് ഇങ്ങനെ കൊത്തി കൊത്തി അരിഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ കറി അതിന് മുകളിലേക്ക് വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറിയുടെ കളർ അടിപൊളിയല്ലേ. അപ്പോൾ നമ്മൾ ഒരു പപ്പടവും കൂടി വെച്ച് നമ്മൾ ബിരിയാണി അടിപൊളിയാക്കി.